സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. വ്യാജ മതനിന്ദ ആരോപണം, തടവിലാക്കിയ വയോധികനായ പാക് ക്രൈസ്തവ വിശ്വാസിക്ക് മോചനം. ലാഹോർ. കുപ്രസിദ്ധമായ മതനിന്ദ നിയമം നിലനിൽക്കുന്ന പാകിസ്ഥാനിൽ വ്യാജ പരാതിയെ തുടർന്നുണ്ടായ കേസിൽ അകപ്പെട്ട് തടവിലാക്കിയ വയോധികനായ ക്രൈസ്തവ വിശ്വാസിക്ക് മോചനം. ഭഗത് എന്നറിയപ്പെടുന്ന യൂനിസ് പാട്ടിക്കാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിലെ ജരൻവാല തെഹ്സിലിലെ 211 RB ഗ്രാമത്തിൽ താമസിക്കുന്ന യൂനിസ് ഖുറാനെ അവഹേളിച്ചുവെന്നായിരുന്നു പരാതി. എന്നാൽ പരാതി വ്യാജമാണെന്ന് പരാതിക്കാരി കോടതിയിൽ സമ്മതിച്ചതോടെയാണ് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. താൻ ഖുറാൻ വായിക്കുമ്പോൾ തൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നു കയറി തന്നെ ആക്രമിക്കുകയും ഇസ്ലാമിക ഗ്രന്ഥം കീറുകയുമായിരുന്നുവെന്നാണ് സോസൻ ഫാത്തിമ എന്ന സ്ത്രീ പരാതിപ്പെട്ടിരുന്നത്. നേരത്തെ യൂനിസ് പാട്ടി തൻ്റെ ഭൂമിയിൽ ഫാത്തിമയ്ക്ക് സൗജന്യ ഭവനം ഒരുക്കിയിരുന്നു. മറ്റൊരു ക്രിസ്ത്യൻ കുടുംബത്തിന് വീട് നൽകാനുള്ള തീരുമാനമാണ് സ്ത്രീയെ വ്യാജ കേസിലേക്ക് നയിക്കുവാൻ കാരണമായതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രദേശത്തെ ക്രൈസ്തവരുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ശ്രമം നടത്തിയിരുന്നു. ചോദ്യം ചെയ്യലിൽ ഫാത്തിമ പൊട്ടിക്കരഞ്ഞുവെന്നും തനിക്കെതിരെ വ്യാജ കേസ് ചമച്ചതാണെന്ന് തുറന്നു പറയുകയായിരുന്നുവെന്നും ഫാട്ടി ക്രിസ്ത്യൻ മാധ്യമമായ മോർണിംഗ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. ഇതിനിടെ മതനിന്ദ ആരോപണം ഉയർന്നതിന് ശേഷം മസ്ജിദ് ഉച്ചഭാഷിണികളിൽ വിഷയം അവതരിക്കപ്പെട്ടു. പിന്നാലെ 500-ലധികം മുസ്ലിങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നുവെന്നും ഇതേ തുടർന്ന് പ്രദേശത്ത് നിരവധി ക്രൈസ്തവർ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. അപകടകരമായ ആരോപണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച ദൈവത്തോട് നന്ദി പറയുകയാണെന്നും കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവർക്ക് അതേ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടുവെന്നും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണെന്നും യൂനിസ് പാട്ടി പറഞ്ഞു. പാകിസ്ഥാനിൽ ക്രൈസ്തവരെ കൊടുക്കാൻ വ്യാജ മതനിന്ദ കേസുകൾ ആരോപിക്കുന്നത് പതിവ് സംഭവമാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യൂനിസ് പാട്ടിക്ക് നേരെയുള്ള കേസ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.